നമസ്കാരം. വി.ഡി. സതീശന്റെ ഹെലികോപ്റ്റർ യാത്രയും ദുരന്ത സമയത്ത് വിരുന്നുണ്ടതിനെയും ചൊല്ലി പ്രതിപക്ഷം ഉയർത്തുന്ന രൂക്ഷ വിമർശനങ്ങൾക്ക് ശക്തമായ മറുപടിയുമായി മുൻ എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിൽ. സർക്കാരിനെതിരെ അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളെ കണക്കുകൾ സഹിതം തുറന്നുകാട്ടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ വീഡിയോയിലൂടെ പ്രതിപക്ഷത്തിന്റെ വാദങ്ങളുടെ മുനയൊടിക്കുന്നത്. ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രതിപക്ഷം നൽകേണ്ടത് സർക്കാരുമായി സഹകരിച്ചുള്ള ഇടപെടലുകളാണെന്നും അതല്ലാതെ കേവലം രാഷ്ട്രീയ ലാഭത്തിനായി വസ്തുതാവിരുദ്ധമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയല്ല വേണ്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. മുൻകാലങ്ങളിൽ ഇത്തരം സന്ദർഭങ്ങളിൽ സർക്കാരിനെ വാഴ്ത്തുപാട്ട് സംഘം ഉന്നയിച്ചിരുന്ന ദുരന്ത സമയത്ത് രാഷ്ട്രീയം പറയുന്നു എന്ന ചോദ്യം തികച്ചും തെറ്റായ സമീപനമായിരുന്നു. ഏത് സമയത്തും കാമ്പുള്ള രാഷ്ട്രീയം പറയുക തന്നെ വേണം. എന്നാൽ നിലവിലെ സാഹചര്യം പരിശോധിക്കുമ്പോൾ സംസ്ഥാനം അതിജീവിക്കേണ്ടത് പ്രകൃതി ദുരന്തത്തെയാണോ അതോ പ്രതിപക്ഷത്തിന്റെ തെറ്റായ പ്രചാരണങ്ങളെയാണോ എന്ന സംശയമാണ് ഉയരുന്നത്. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ യാത്ര ചെയ്തത് അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകം വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്ററിലല്ല എന്ന യാഥാർത്ഥ്യം ജനങ്ങൾ മനസ്സിലാക്കണം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭരണകാലത്ത് 2020 മുതൽ 2026 വരെയുള്ള കാലയളവിലേക്ക് 48 കോടി രൂപ വാടക നൽകുന്ന വ്യവസ്ഥയിൽ കരാറിലേർപ്പെട്ട അതേ ഹെലികോപ്റ്ററിലാണ് മുഖ്യമന്ത്രി സഞ്ചരിച്ചത്. ഈ ഹെലികോപ്റ്റർ ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും പ്രതിവർഷം 8 കോടി രൂപയോളം പൊതുഖജനാവിൽ നിന്ന് കരാർ കമ്പനിക്ക് നൽകേണ്ടതുണ്ട്. മാസം തോറും 1 കോടിയോളം രൂപ വാടക വരുന്ന ഈ കരാറിൽ സൗജന്യ കോട്ടയ്ക്ക് മുകളിൽ പറക്കുന്ന ഓരോ മണിക്കൂറിനും 90,000 രൂപ അധികം നൽകുകയും വേണം. വെറും 40 കോടി രൂപയ്ക്ക് ഒരു പുതിയ ഹെലികോപ്റ്റർ തന്നെ വാങ്ങാൻ കഴിയുമായിരുന്ന സ്ഥാനത്താണ് 48 കോടി രൂപ വാടക നൽകി ജനങ്ങളുടെ മേൽ ഇത്തരമൊരു സാമ്പത്തിക ബാധ്യത മുൻ സർക്കാർ അടിച്ചേൽപ്പിച്ചത്. ഇതിനു പുറമെ പണ്ട് പാർട്ടി സമ്മേളനത്തിന് ഉപയോഗിച്ച ഹെലികോപ്റ്ററിന്റെ വാടക CPM അടച്ചു എന്ന് അവകാശപ്പെട്ടിരുന്നെങ്കിലും അതിന്റെ രസീത് ഇതുവരെ പുറത്തുവിട്ടിട്ടുമില്ല. ഈ സാഹചര്യത്തിൽ അടിയന്തര ആവശ്യങ്ങൾക്ക് യാത്ര ചെയ്ത നിലവിലെ മുഖ്യമന്ത്രിയാണോ അതോ പറന്നില്ലെങ്കിലും വലിയ തുക വാടക നൽകേണ്ട കരാർ ഉണ്ടാക്കിയ മുൻ മുഖ്യമന്ത്രിയെയാണോ കുറ്റക്കാരനെന്ന് ജനങ്ങൾക്ക് എളുപ്പത്തിൽ തിരിച്ചറിയാം. മുഖ്യമന്ത്രി ദുരന്ത സമയത്ത് വിരുന്നുണ്ട് നടക്കുകയാണെന്ന തരത്തിൽ പ്രതിപക്ഷം നടത്തുന്ന പ്രചാരണം തികച്ചും അടിസ്ഥാനരഹിതവും കുത്തിത്തിരിപ്പുമാണ്. മലപ്പുറത്തെ പരിപാടികൾക്ക് ശേഷം മടങ്ങുന്ന വഴി ഒരു ലീഗ് പ്രവർത്തകന്റെ വീട്ടിൽ കയറി ഭക്ഷണം കഴിച്ചതിനെയാണ് അപഹാസ്യമായ രീതിയിൽ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത്. മുൻകാലങ്ങളിൽ നിപ്പയും കോവിഡും ഉണ്ടായപ്പോൾ അന്നത്തെ ഭരണാധികാരികൾ ഉപവാസം അനുഷ്ഠിച്ചല്ല ദുരന്ത നിവാരണത്തിന് നേതൃത്വം നൽകിയത്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ വീഴ്ചയുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുന്നതിന് പകരം ജനപ്രതിനിധികൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ ചേരുവകൾ നോക്കി നടക്കുന്നത് സംസ്കാരശൂന്യമായ രാഷ്ട്രീയമാണ്. മഴ പെയ്ത് ദുരന്തമുണ്ടായ ശേഷം മാത്രം പ്രതികരിച്ചിരുന്ന മുൻ രീതികളിൽ നിന്ന് വ്യത്യസ്തമായി മഴക്കാർ കാണുന്നതിന് മുൻപ് തന്നെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായി ഏകോപിച്ച സർക്കാരാണ് നിലവിലുള്ളത്. ജൂലൈ 31 മഴയ്ക്ക് മുന്നോടിയായി ജൂലൈ 29 തന്നെ റവന്യൂ മന്ത്രിയുടെ നേതൃത്വത്തിൽ 14 ജില്ലാ കളക്ടർമാരുടെയും യോഗം വിളിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. ജൂലൈ 20 മുൻപ് തന്നെ ഓറഞ്ച് ബുക്കിലെ സുരക്ഷാ പ്രോട്ടോകോളുകൾ പൂർണ്ണമായി പാലിക്കപ്പെട്ടുവെന്നും മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും നേരിട്ട് ഉറപ്പുവരുത്തി. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തടസ്സമില്ലാതെ നടപ്പിലാക്കാൻ ഓരോ ജില്ലാ കളക്ടർമാർക്കും 3 കോടി രൂപ വീതം അനുവദിച്ചിട്ടുണ്ട്. ക്യാമ്പുകൾ ആരംഭിക്കാൻ പഞ്ചായത്തുകൾക്ക് 1 ലക്ഷം രൂപ വീതവും വാർഡുകളിലെ ശുചീകരണത്തിന് 25,000 മുതൽ 50,000 രൂപ വരെയും നൽകിയിട്ടുണ്ട്. അടിയന്തര ഘട്ടങ്ങളിൽ ഇത് 1 ലക്ഷം രൂപ വരെ ഉയർത്തി നൽകാൻ കളക്ടർമാർക്ക് അധികാരമുണ്ട്. വെള്ളപ്പൊക്കത്തിന്റെ 2ാം ദിവസം തന്നെ ശുചീകരണ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാൻ കഴിയുന്നത് സർക്കാരിന്റെ കാര്യക്ഷമമായ മുൻകരുതലിന്റെ തെളിവാണ്. 9 NDRF ടീമുകൾ, കരസേന, നാവികസേന എന്നിവർക്ക് പുറമെ കേരളത്തിന്റെ സ്വന്തം സൈന്യമായ മത്സ്യത്തൊഴിലാളികളെയും രക്ഷാപ്രവർത്തനത്തിന് നിയോഗിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയ ലൈക്കുകൾ നേടാൻ വേണ്ടി പ്രതിപക്ഷം നടത്തുന്ന അനാവശ്യ ട്രോളുകളും അസത്യ പ്രചാരണങ്ങളും നാടിന് പ്രകൃതി ദുരന്തത്തെക്കാൾ വലിയ ദോഷമാണ് ചെയ്യുന്നത്. നിലവിൽ തുറന്നിട്ടുള്ള 100ഓളം ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഭക്ഷണവും മരുന്നും മറ്റെല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും സർക്കാർ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിച്ചും പ്രതിപക്ഷത്തിന്റെ അനാവശ്യ വിവാദങ്ങളെ തള്ളിക്കളഞ്ഞും ജനങ്ങൾ ഒറ്റക്കെട്ടായി നിലകൊണ്ടാൽ ഈ പ്രകൃതി ദുരന്തത്തെയും അതിജീവിക്കാൻ സാധിക്കുമെന്ന് ഉറപ്പാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു.